വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ, ഈ ഒരു ജൂൺ 2024 ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ചേഞ്ചസ് എന്താണ് എന്നുള്ളതാണ്. ഇത് നമ്മൾ ഇന്നൊരു കാർഡ് സെലക്ഷൻ ആയിട്ടല്ല, ഓരോ സോഡിയാക്സിനും എങ്ങനെയാണ് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. മുൻപോട്ടുള്ള ഈ ഒരു വർഷകാലത്തിൽ ഇതിന് വളരെയധികം റെലവൻസ് ഉണ്ട് ഈ ഒരു ചേഞ്ചിന്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു റീഡിംഗ് ഇപ്പോൾ എടുക്കുന്നത്. ഈ ഒരു ജൂണിലുള്ള ഒരു ഫുൾ മൂണിന് നമ്മൾ സ്ട്രോബെറി മൂൺ, അതല്ലെങ്കിൽ ഹണി മൂൺ എന്നൊക്കെ നമ്മൾ പറയും. ഹണി സ്ട്രോബെറി ഒക്കെ നമ്മൾ ഹാർവസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആയതുകൊണ്ടാണ്. സോ നമുക്ക് ഈ ഒരു സ്ട്രോബെറി മൂണിന് ശേഷം, ഈ ഒരു ഹണി മൂണിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ്, ബെനിഫിറ്റ്സ് എന്താണ്, നിങ്ങൾക്ക് അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു റീഡിങ് ചെയ്യുന്നതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഓരോ സോഡിയാക്സും നിങ്ങളുടെ ലഗ്നമാണെങ്കിൽ അത് അറിയാവുന്ന വ്യക്തികൾക്ക്, ആസ്ട്രോളജിക്കലി നിങ്ങളുടെ ലഗ്നം അറിയാവുന്നവർക്ക് ലഗ്നം വെച്ച് നോക്കാം, നിങ്ങളുടെ സൺ സൈൻ വെച്ച് നോക്കാം, നിങ്ങളുടെ മൂൺ സൈൻ, അതായത് നിങ്ങളുടെ നക്ഷത്രം വെച്ചിട്ട് നോക്കാം. അങ്ങനെ നിങ്ങൾക്ക് 3 രാശികളിലാണ് നിങ്ങൾക്ക് ലഗ്നം വരുന്നത്, നിങ്ങളുടെ സൺ സൈൻ വരുന്നത്, അതുപോലെ നിങ്ങളുടെ മൂൺ സൈൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ 3 സോഡിയാക്സും, നിങ്ങൾക്ക് 3 സോഡിയാക്സിൻ്റെ റീഡിങ്സും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മന്ത് എൻഡ് ഓഫർ ഉണ്ട്, നമുക്ക് 10% ഡിസ്കൗണ്ട്സ് ഉണ്ട്. ആദ്യം ജോയിൻ ചെയ്യുന്ന 25 ആൾക്കാർക്ക് നമുക്ക് 10% ഡിസ്കൗണ്ട്സ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മൈൻഡ് മാസ്റ്ററി ലെസൺ ആവശ്യമാണ്, സ്പിരിച്വൽ ഗൈഡൻസ് ആവശ്യമാണ്, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സെഷൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്, നമുക്ക് ഇനി റീഡിങ്ങിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് സോഡിയാക് ഏറിസ്. ലഗ്നമായിട്ടുള്ളവർ, അതുപോലെ നിങ്ങൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിലുള്ളവരാണ് എങ്കിൽ, അതുപോലെ നിങ്ങളുടെ സൺ സൈൻ ഏറിസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷത്തേക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. Adjustments are required. A fiery climax approaches. Full moon in Aries തന്നെ വന്നിട്ടുണ്ട്, സ്ട്രോങ് Aries എനർജി ഉണ്ട്. A new romantic cycle begins. New moon in Libra. Aries, നിങ്ങൾക്ക് ഒരു കോഴ്സ് കറക്ഷൻ റിക്വയർഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. സിറ്റുവേഷൻസിനെ ഒന്ന് റീഇവാലുവേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ടോക്സിക് ഇമോഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു ലൈഫിലേക്ക്, ആഗ്രഹമുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പിടിക്കാനായിട്ടുള്ള ഒരു കോഴ്സ് കറക്ഷൻ ചെയ്യുക. അവിടെ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആവശ്യമാണ്. അതായത് നിങ്ങളെ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യമാണ്. ഇതിനോട് ചേർത്ത് വെച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്, ഒരു ഫിയറി ക്ലൈമാക്സ് ഉണ്ട്. അതായത് ഈ പറയുന്ന പോലെ നിങ്ങൾ അൺവാണ്ടഡ് സിറ്റുവേഷൻസിലൊക്കെ ഉണ്ട് എങ്കിൽ അതിന് നിങ്ങൾക്കൊരു അവസാനം ഉണ്ടാവുന്നതാണ്. ഒരു ക്ലൈമാക്സിലേക്ക് നിങ്ങൾക്ക് ടോക്സിക് സാഹചര്യങ്ങൾ എൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ന്യൂ സൈക്കിളാണ് ബിഗിൻ ചെയ്യുന്നത്. ഇവിടെ ന്യൂ മൂൺ ഇൻ ലിബ്ര, ന്യൂ സൈക്കിൾ. ആൻഡ് അത് എസ്പെഷ്യലി നിങ്ങൾക്ക് ഏറിസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. അത് പോസിറ്റീവായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത്. ഏത് സാഹചര്യമാണ് നിങ്ങൾ എൻഡ് ചെയ്യുന്നത് എന്നിരുന്നാൽ കൂടി നിങ്ങൾക്കൊരു ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻ ചെയ്യാനുള്ള ഒരു സമയമാണ്. അതായത് ഈ ഒരു വർഷം സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ മാരേജ് പോസിബിൾ ആകുന്നൊരു സമയം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ട്, അതിൽ സെപ്പറേഷൻ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു റീയൂണിയൻ, അതല്ലെങ്കിൽ അതിനൊരു അടുത്ത സ്റ്റേജിലേക്ക്, ഒരു കമ്മിറ്റ്മെൻറ്റിലേക്കൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു സമയം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നന്നായിട്ട്, നല്ല രീതിയിൽ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കഴിവുകളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ തന്നെ സ്വയം നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ഇനഫ് ആണ്, യു ആർ ഗുഡ് ഇനഫ് എന്നുള്ളൊരു
വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നും കൂടെ നമുക്ക് നോക്കാം. ടവർ മൊമെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഏതോ ഒരു ടോക്സിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നുണ്ട്. അത് നിങ്ങളുടെ ഫൗണ്ടേഷൻ തന്നെ നിങ്ങൾക്കൊന്ന് പിടിച്ച് കുലുക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും. അത് ചില വ്യക്തികൾക്ക് ഇവിടെ ഡിവോഴ്സ് ഒക്കെ നോക്കുന്നവർക്കാണെങ്കിൽ അത് പോസിബിൾ ആവുന്ന സമയം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു കണക്ഷനിലേക്ക് പോകാനായിട്ട്, ഒരു ഹാപ്പി ഹോം എന്ന് പറയുന്ന ഒരു ഡ്രീം, ഒരു ഐഡിയയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്ന ഒരു സമയം കൂടാണ്. മാരേജ് പോസിബിൾ ആകുന്നൊരു സമയമാണ്. സെക്കൻഡ് മാരേജ് ഒക്കെ നോക്കുന്നവർക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സമയമാണ്. യെസ്, ഇനി ഇടവ ലഗ്നം, ടോറസ് സോഡിയാക് ലഗ്നമായിട്ടുള്ളവർ, അതുപോലെ നിങ്ങളുടെ സൺ സൈൻ ടോറസ് ആയിട്ടുള്ളവർ, അതുപോലെ തന്നെ നിങ്ങൾ കാർത്തിക 2ാം ഭാഗം രോഹിണി മകയിരം നക്ഷത്രത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് നോക്കാവുന്നതാണ്. ഈ ഒരു ഫുൾ മൂൺ നിങ്ങളിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്താണ്, ഈ ഒരു വർഷകാലത്തേക്കുള്ള മാറ്റം എന്താണ് എന്നുള്ളത് നോക്കാം. It's time to release negativity. You and your loved ones are safe. The energy is gaining momentum. Scorpio, Cancer, waxing moon. ഇമോഷൻസിനാണ് ഇവിടെ പ്രാധാന്യം. നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ പ്രാക്ടിക്കലി നിങ്ങൾക്കൊരു ഷേപ്പിൽ കാണാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾ വീട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു സമയം. ഒരു വാഹനം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ വേണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കത് ഈ ഒരു സമയം അത് റിയാലിറ്റി ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പ്ലാനുകൾക്കൊരു ഫിസിക്കൽ ഫോം ഉണ്ടാകുന്നൊരു സമയം. വളരെ കാലമായിട്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുണ്ട്. അത് പർട്ടിക്കുലർ വ്യക്തികളോടാണെങ്കിലും, എസ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്നേഴ്സിനോടാണെങ്കിലും, അതല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ തോന്നുന്നു, നിങ്ങൾക്കത് ഓപ്പൺ അപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സമയമാണിത്. നിങ്ങൾക്ക് ഫീലിങ്സ് ഉള്ളിൽ വെക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്സ്, ഫിസിക്കൽ റിലേഷൻഷിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇംപ്രൂവ് ആകുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾ ഒരുപാട് സമയം ഇതുവരെ സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ട്, നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ നിഗ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം കൊടുക്കേണ്ട ഒരു സമയമാണ്. എസ്പെഷ്യലി നിങ്ങളുടെ കുട്ടികളുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യേണ്ട ഒരു സമയമാണ്. ചൈൽഡ് ബർത്ത് നോക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ പോസിബിൾ ആകുന്ന ഒരു സമയം. കുറച്ച് പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം. അതായത് നിങ്ങളുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഇത് നിങ്ങൾക്ക് എൻജോയ്മെൻറ്റ്, നിങ്ങളുടെ ഫാമിലിക്കുള്ളിൽ ഒരു എൻജോയ്മെൻറ്റ്, ഇത് നിങ്ങൾ പുറത്തേക്ക് കാണിക്കാനുള്ള ഒരു സമയമല്ല, നിങ്ങൾ ആക്ച്വലി അത് ആസ്വദിക്കാനുള്ള ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി പൂർണ്ണമായിട്ട് ഡെഡിക്കേഷൻസ് കൊടുക്കുക. ഇവിടെ നമുക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് ആണ് നിങ്ങൾക്കിപ്പോൾ വേണ്ടത്. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഹൈ പ്രീസ്റ്റസ് ആൻഡ് 4 ഓഫ് പെന്റക്കിൾസ്. യെസ്, ഇവിടെ ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ട ഒരു സമയമാണ്. അതായത് നിങ്ങളുടെ സ്പിരിച്വൽ ചക്രാസിലേക്കൊക്കെ നിങ്ങൾക്കൊരു സ്ട്രെങ്ത് കൊടുക്കേണ്ട സമയം. എസ്പെഷ്യലി നിങ്ങളുടെ ത്രോട്ട് ചക്ര, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു എനർജി ഉണ്ടാവുക. അതുപോലെ നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവുക. അപ്പോൾ സ്പിരിച്വൽ ചക്രാസിന് ഒരു വെയിറ്റേജ് കൊടുക്കേണ്ട ഒരു സമയമാണ്. ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയമാണ്. പാസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം വിട്ട് കളഞ്ഞേക്കുക. നിങ്ങൾക്കൊരു ന്യൂ സൈക്കിൾ തുടങ്ങാനുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ബാഗേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്ത് തീർക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് ജെമിനായി. നിങ്ങൾക്ക് ഈ ഒരു ഫുൾ മൂണിന് ശേഷം ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ.
ഈ വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ എന്താണ് എന്ന് നോക്കാം. ഇത് നിങ്ങൾ ജെമിനായി ലഗ്ന ആണെന്നുണ്ടെങ്കിൽ മിഥുന ലഗ്നം, അതുപോലെ ജെമിനായി നിങ്ങളുടെ സൺ സൈൻ ആണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മകയിരം അവസാന ഭാഗം, തിരുവാതിര പുണർദം ഈ നക്ഷത്രത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് കാണാവുന്നതാണ്. A new start is coming. A fiery climax approaches full moon in Aries ആണ്. ആൻഡ് എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച്. ന്യൂ മൂൺ എക്ലിപ്സ് വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് ന്യൂ മൂൺ ആൻഡ് ന്യൂ മൂൺ എക്ലിപ്സ്. ന്യൂ മൂൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ വളരെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യെസ് 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 ഡെഫിനറ്റ്ലി നിങ്ങളുടെ ജീവിതത്തിൽ അതിപ്പോൾ സംഭവിക്കാനായിട്ട് പോവാണ്. നിങ്ങളുടെ ഡ്രീംസ് റിയാലിറ്റി ആകാൻ പോവാണ്. നിങ്ങൾക്ക് ഫുൾ മൂൺ ഇൻ ഏരീസ് ആണ്. അതായത് ഒരു സൈക്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പ്രോഗ്രസീവായിട്ട് നിങ്ങൾ പോകാൻ പോകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഈ ഒരു എനർജി വളരെ പോസിറ്റീവാണ്. മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. വളരെ നന്നായിട്ട് പ്ലാനിങ്സ് നടത്തുക, പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ചിലത് ഇവിടെ സാക്ഷാത്കരിക്കാനായിട്ട് പോകുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ എവിടെയാണ് കൂടുതലായിട്ട് കൊടുക്കേണ്ടത്, നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മേജർ കാര്യങ്ങൾ ഏത് മേഖലയിലാണ്, ഇതും കൂടി നോക്കാം. Knight of Wands and Six of Cups. യെസ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു സ്നേഹബന്ധമായിരിക്കും. അത് നിങ്ങൾക്ക് വീണ്ടും തുടങ്ങാനായിട്ടുള്ള ഒരു സമയം വരുന്നുണ്ട്. നിങ്ങൾക്ക് അതുപോലെ ഏതെങ്കിലും രീതിയിൽ ഒരു ചൈൽഡ് നഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് അടുത്തതായിട്ടൊന്ന് കൺസീവ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു സാഹചര്യം ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കത് മുൻപ് ഒരു അവസരമൊക്കെ നഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുവരെ കണ്ടെത്താനായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് അതൊക്കെ തിരികെ നേടിയെടുക്കാൻ പറ്റുന്ന, പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ കരിയറും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫയർ എനർജി ഉണ്ടാകുന്നുണ്ട്. അതൊരു ആക്ഷൻ ഓറിയൻറ്റഡ് എനർജിയാണ്. വളരെ ചീർഫുൾ ഫൺ വേയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് റീസ്റ്റാർട്ട് ചെയ്യാനും അതല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജിയാണ്. അടുത്തത് ക്യാൻസർ സോഡിയാക്കാണ്. നിങ്ങളുടെ ലഗ്നം കർക്കിടക ലഗ്നമാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുണർദം അവസാന പാദം, അതുപോലെ പൂയം ആയില്യം നക്ഷത്രമാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ സൺ സൈൻ ക്യാൻസർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. Adjustments are required. Communication is the key and we need a card. Confidence is your key to success. New moon in Leo, new moon in Gemini and third quarter moon. Okay. കമ്മ്യൂണിക്കേഷൻസ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട സമയം. നിങ്ങൾക്ക് ഏതൊരു കാര്യവും നിങ്ങൾക്ക് ഡ്യുവലായിട്ട് ലഭിക്കുന്ന ഒരു സമയം. അതായത് 2 ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ 2 എന്നുള്ളതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുൻപോട്ട് പോകണം എന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അവനവനിൽ വിശ്വസിക്കണം. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ഹീലിംഗ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഹീലിംഗ് ചെയ്യേണ്ട സമയമാണ്. അതായത് ഒരു നിഗൂഢമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഹീലിംഗ് ആവശ്യമാണ്, ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമാണ്. അതല്ല നിങ്ങളുടെ ചുറ്റും സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു നിഗൂഢത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതൊക്കെ ഇപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യേണ്ട സമയമാണ്. അവനവൻ്റെ കഴിവുകളിൽ വിശ്വസിക്കുക, അവനവൻ്റെ ഐഡിയാസിൽ വിശ്വസിക്കുക, അവനവൻ്റെ ഇൻറ്റ്യൂഷനിൽ വിശ്വസിക്കുക. അത് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ് കാണിക്കുക. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് പറയാതിരിക്കരുത്. അത് നിങ്ങൾക്ക് ഒരു ദോഷമായിട്ടാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആവശ്യമാണ്. അതായത് നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റി റിലീസ് ചെയ്തിട്ട് പുറത്ത് കിടക്കേണ്ട ഒരു സമയം കൂടി തന്നെയാണ്. അതിനാണ് നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമാണ് എന്ന് പറഞ്ഞത്. പ്രോപ്പറായിട്ട് ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഗൈഡൻസ് ഫോളോ ചെയ്യണം. അത് ലഭിക്കുന്ന സോഴ്സസിൽ നിന്ന് അത് എടുക്കുക തന്നെ വേണം. എന്നിട്ട് നിങ്ങൾക്ക് ചില രീതിയിൽ നിങ്ങളുടെ ബിഹേവിയറിലാണെങ്കിലും നിങ്ങളുടെ ക്യാരക്ടറിലാണെങ്കിലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലാണെങ്കിലും ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആവശ്യമാണ്. അത് നിങ്ങളുടെ ഗോൾസ് കൃത്യമായി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഒരു മോഡലിംഗ് കരിയർ നോക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ്
നിങ്ങളുടെ ലൈഫ് സ്റ്റൈല്, നിങ്ങളുടെ വർക്കൗട്ട്സ് ഒക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം. അവിടെ ചില സാക്രിഫൈസസ് ആവശ്യമാണ് വലിയ വലിയ ലക്ഷ്യങ്ങൾക്ക്. എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട്, നിങ്ങളുടെ മേജർ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ, അതിനുവേണ്ടി ചെറിയ സാക്രിഫൈസസ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. കൂടുതലായിട്ട് നിങ്ങൾ ഏത് മേഖലകളിലൊക്കെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. 3 of Pentacles ആൻഡ് ഹാങ്ക്മാൻ വന്നിട്ടുണ്ട്. യെസ്, ഇവിടെ നിങ്ങളുടെ ഐഡിയാസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ഉണ്ട്, ഐഡിയാസ് ഉണ്ട്. പക്ഷെ ഇത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇത് പറയണോ, പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയാകുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ നിങ്ങളുടെ ഐഡിയാസിന് വളരെയധികം വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അത് അവനവനിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, അവനവനൊരു വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സക്സസ് വരും. അതുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ടീം വർക്ക്സ് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യമുണ്ട്. അതുപോലെ ചില വ്യക്തികളുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടി റിലേഷൻഷിപ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ശാശ്വതമായ ഒരു സൊല്യൂഷൻ ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 എന്ന് പറയുന്നത് വളരെ ഒരു 2 സാഹചര്യത്തിലൊരു ഒരു ജഗ്ലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് പ്ലാനിങ് ഫേസ്, അതല്ലെങ്കിൽ ചിലവാക്കേണ്ട ഒരു സമയം. അപ്പം ഇത് ചിലവാക്കണോ ഇപ്പോൾ, അല്ലെങ്കിൽ സേവ് ചെയ്യണോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പ്രോപ്പറായിട്ട് ആലോചിച്ച് സിറ്റുവേഷൻസിനെ മനസ്സിലാക്കിയിട്ട് മാത്രം ഡിസിഷൻ എടുക്കുക. അടുത്തതായിട്ട് ലിയോ സോഡിയാക്കാണ്. അതായത് നിങ്ങളുടെ ലഗ്നം ചിങ്ങലഗ്നമാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം മകം പൂരം ഉത്രം ആദ്യ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ സൺ സൈൻ ലിയോ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ്. നിങ്ങളിലേക്ക് ഈ ഒരു വർഷത്തിൻ്റെ 2ാം ഘട്ടത്തിൽ ഈ ഫുൾ മൂൺ കൊണ്ടുതരുന്ന, സ്ട്രോബെറി മൂൺ കൊണ്ടുതരുന്ന കാര്യങ്ങൾ എന്താണ്? വാട്ട് ഡു യു നീഡ് ടു റിലീസ്? ഓക്കെ, ആൻഡ് your commitment is being tested. It's time to take action. First quarter moon and new moon in Aries. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് പഠിക്കേണ്ട ഒരു സമയമാണ്. ജീവിതത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യങ്ങൾ, ചലഞ്ചസ് നിറഞ്ഞതായിരിക്കും. അത് കാരണം കൊണ്ട് നിങ്ങൾ കംഫർട്ട് സോണിൽ ഇരിക്കാതിരിക്കുക. ഈ ചാലഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക. റെസിസ്റ്റൻസ് ഒന്ന് മാറ്റിവെച്ചിട്ട് ഒരു ഗോ വിത്ത് ദ ഫ്ലോ ആവശ്യമാണ്. കാരണം ചില സമയത്തെങ്കിലും നിങ്ങൾക്ക് ആ ഒഴുക്ക് അനിവാര്യമാണ് മുൻപോട്ടേക്ക് പോവാൻ. അതല്ലാത്ത പക്ഷം നിങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് അടിഞ്ഞുകൂടി ഇരിക്കും, ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഒരു ലെറ്റ് ഗോ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ സേഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പിടിവാശികളുണ്ട്, നെഗറ്റിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിലീസ് ചെയ്യേണ്ട ഒരു സമയം. നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു സോറി പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അത് ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയാൻ മടി കാണിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചില വ്യക്തികൾക്ക് ഒരു നിങ്ങൾ ആരൊക്കെയോ ആയിട്ടൊരു റീകണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഒരു സമയം. നിങ്ങളുടെ ഒരു ലോസ്റ്റ് പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്കൊരു റീകമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുന്നൊരു സമയം. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നൊരു സമയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡിറ്റർമിനേഷൻ, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ആഗ്രഹങ്ങളോട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ സാധിക്കും എന്നുള്ള ഒരു ടെസ്റ്റിംഗ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം വേണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്ന് യൂണിവേഴ്സ് നിങ്ങളെ പരീക്ഷിക്കുന്ന ഒരു സമയം. അതായത് യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹം ഇവിടെ കേട്ടിട്ടുണ്ട്, നിങ്ങളിലേക്ക് അത് തരാൻ യൂണിവേഴ്സ് റെഡിയാണ്. പക്ഷെ യൂണിവേഴ്സ് നിങ്ങളെ ഒന്ന് പരീക്ഷിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് യഥാർത്ഥമായിട്ട് നിങ്ങൾ ഇതിനെ വളരെയധികം ആഗ്രഹിച്ച് സ്നേഹിച്ച് കൂടെ നിർത്തുന്നുണ്ടോ എന്നുള്ളത്, നിങ്ങളുടെ ഡ്രീംസിനെ. അതുകൊണ്ട് നിങ്ങൾ ഹാഫ് വേ ഓൾറെഡി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, എന്നാൽ നോട്ട് യെറ്റ്. കാരണം നിങ്ങൾ അത് കുറച്ചുകൂടെ പ്രൂവ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥത അത് നിങ്ങൾ കുറച്ചുകൂടെ പ്രൂവ് ചെയ്യാനുണ്ട്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ആക്ഷൻസ് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ലഭിക്കാനാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള സ്കിൽസ് നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, വിസ്ഡം, അറിവ് നേടിക്കൊണ്ടിരിക്കുക. പേഴ്സണൽ ലൈഫിലാണെങ്കിലും
നിങ്ങളുടെ സൈഡിൽ നിന്ന് കോംപ്രമൈസസുകൾ ചെയ്യണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കെയർ ചെയ്തൊക്കെ നിങ്ങൾ നിൽക്കുക, ബിഹേവ് ചെയ്യുക. അവർ നിങ്ങളുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തി കൊടുക്കുക. ഇങ്ങനെ ഏത് രീതിയിലും നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരു ടെസ്റ്റിംഗ് ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അധികമായിട്ടുള്ള ഒരു ഫിനാൻസ് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഫിനാൻസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കാണിച്ചു കൊടുക്കുക, അവനവനെ തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഷവർ ചെയ്ത് തരും എന്നുള്ളതാണ്. ഇതിലൂടെ തന്നെ നിങ്ങൾ യഥാർത്ഥമായിട്ടുള്ള ഒരു രൂപം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാകാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ ഒരു ഇന്നർ കോർ നിങ്ങൾക്കും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സമയം. ആൻഡ് നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണ് കൂടുതൽ കൊടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. 4 of Pentacles and 3 of Pentacles. യെസ്, ഫിനാൻഷ്യൽ സൈഡിലൊരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് റിലീസ് ചെയ്യണം. റിസ്ക് എടുക്കാനുള്ള ഭയം നിങ്ങളെ പല കമ്മിറ്റ്മെൻറ്റിൽ നിന്നും പുറകിലേക്ക് വലിക്കുന്നുണ്ട്. റിസ്ക് എടുക്കേണ്ടിടത്ത് റിസ്ക് എടുക്കുക തന്നെ വേണം. അതിന് ഉത്തരത്തിലുള്ളത് പിടിക്കുക വേണം, കയ്യിലുള്ളത് കളയാനും പാടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. ചിലത് നിങ്ങൾ ബാഗേജ് കുറച്ചാൽ മാത്രമാണ് അടുത്തത് കയ്യെത്തി പിടിക്കാനായിട്ട് സാധിക്കുക. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ആ കൈകളുടെ ഭാരം കുറയ്ക്കുക, എന്നാലാണ് കൈ ഫ്രീ ആയിട്ട് ഉയർത്തി അടുത്തത് എടുക്കാൻ സാധിക്കുക. അടുത്തത് വെർഗോ. ഇത് നിങ്ങളുടെ ലഗ്നമാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ സൺ സൈൻ ആണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ ഉത്രം അവസാന ഭാഗം, അത്തം ചിത്തിര ആദ്യ ഭാഗം നക്ഷത്രത്തിലുള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് ആണ്. ഈ ഒരു സ്ട്രോബെറി മൂൺ, ഈ ഒരു ജൂൺ ഫുൾ മൂൺ നിങ്ങളിലേക്ക് കൊണ്ടു തന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഈ ഒരു ഇയറിൻ്റെ സെക്കൻഡ് ഹാഫിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. The answers you need are coming. Full moon in Gemini. Surrender to the divine full moon ആണ്. The energy is gaining momentum. Waxing moon തന്നെ വന്നിട്ടുണ്ട്. പവർഫുൾ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഒരു ഉത്തരം അന്വേഷിച്ച് നടന്നിരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം വരുന്നതാണ്. അതായത് നിങ്ങളുടെ ഡ്രീംസ് റിയാലിറ്റി ആകാൻ പോകുന്നതാണ്. അതല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് സംഭവിച്ചു, ഇതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ഒരു സ്പിരിച്വൽ ജേർണിയിൽ എത്തിപ്പെടുന്ന ഒരു സ്റ്റേജ് കാണാൻ സാധിക്കുന്നുണ്ട്. സോൾ എന്താണ്, കർമ്മ എന്താണ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം. നിങ്ങൾ ഡിവൈനിൽ കൂടുതലായിട്ട് സറണ്ടർ ചെയ്യേണ്ട ഒരു സമയം. അതായത് മൈൻഡ്, ബോഡി ആൻഡ് സോൾ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുക. അതായത് വരുന്ന സാഹചര്യങ്ങളെ കൺട്രോൾ ചെയ്യാതിരിക്കുക, മറിച്ച് അതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓരോ സാഹചര്യത്തിലും നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് നിങ്ങളുടെ ഡ്രീംസൊക്കെ നിങ്ങൾക്ക് റിയാലിറ്റി ആക്കി തരാൻ അൺഎക്സ്പെക്റ്റഡ് വേസിലായിരിക്കും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ട്, ആ പ്ലാനിൽ കൂടി ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി വരുന്നത്, നിങ്ങളുടെ വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കണ്ണുണ്ടായിരിക്കണം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് സ്ട്രോങ് ആക്കേണ്ട സമയം. നിങ്ങൾ പൊതുവേ ഒരു സ്പിരിച്വൽ സൈഡ് സ്ട്രോങ് ആക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. അതായത് ചലഞ്ചസ് കുറച്ച് കൂടുതലായിരിക്കും. ഈ ചാലഞ്ചസിൻ്റെ ഇടയിലായിരിക്കും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് ഒളിഞ്ഞു കിടക്കുന്നത്. അതിങ്ങനെ തെളിഞ്ഞായിരിക്കില്ല. അപ്പം അത് കണ്ടെടുക്കാനുള്ള ഒരു ടാലൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ സ്വയം എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസിൽ നിന്നും ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് ഒരു കാം മൈൻഡിൽ ഇരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം അതിന് മെഡിറ്റേഷൻ അത്യാവശ്യമാണ്, ഇൻറ്റ്യൂഷൻ വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ നിങ്ങൾക്ക് ഏത് മേഖലകളിലാണ് ശ്രദ്ധ കൂടുതലായിട്ട് കൊടുക്കേണ്ടത് എന്ന് നോക്കാം. ഹാങ്ഡ് മാൻ ആൻഡ് 2 of Pentacles. യെസ്, ഇത് നിങ്ങൾക്ക് 2 സാഹചര്യങ്ങൾ വന്ന് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണോ ഇതാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാകും. ലോജിക്കലി നിങ്ങൾ ഒരു അനലിറ്റിക്കൽ സ്കില്ലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് വെച്ചുകൊണ്ട് അതിനെ അനലൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ. അത് മറ്റുള്ളവരുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ടല്ല, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവിൽ. ഇത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് അതൊക്കെ തുടങ്ങാൻ പറ്റിയൊരു സമയമാണ്. അതുപോലെ പുതിയൊരു ജീവിതത്തിലേക്കൊക്കെ
കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, പുതിയ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം അത് വളരെ ഈസി ആയിട്ട് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അടുത്തതായിട്ട് ലിബ്ര സോഡിയാക്. നിങ്ങളുടെ സൺ സൈൻ ലിബ്ര ആണെങ്കിൽ, നിങ്ങൾ ലിബ്ര തുലാം ലഗ്നമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം ചിത്തിര അവസാന ഭാഗം, ചോതി വിശാഖം ആദ്യ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണാവുന്നതാണ്. ജൂൺ 2024 ഫുൾ മൂൺ, ദി സ്ട്രോബെറി മൂൺ, നിങ്ങളിലേക്ക് കൊണ്ടു തന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ്? ഈ ഒരു വർഷത്തിന്റെ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ അറിയേണ്ട മാറ്റങ്ങൾ. ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ. സൂപ്പർ മൂൺ വന്നിട്ടുണ്ട്. You and your loved ones are safe and have faith in your dreams. Crescent moon, new moon in Cancer. ഇമോഷൻസിന് ഇവിടെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമയം. നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്, ഹൗ സക്സസ്ഫുൾ, എത്രത്തോളം സക്സസ്ഫുൾ ആകും നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് എന്നുണ്ടെങ്കിൽ വെരി മച്ച് സക്സസ്ഫുൾ. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ട്രസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ഓബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ ഇഗ്നോർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്കിത് ഓബ്വിയസ് ആണ്, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തോട്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ നടക്കും, പക്ഷെ നിങ്ങൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ച് മെസ്സപ്പ് ആക്കാൻ പോവാണ് സാഹചര്യങ്ങളെ. നിങ്ങളുടെ മൂക്കിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ അത് ഈസി അല്ല നിങ്ങൾക്ക് എടുക്കാൻ. ഒരുപാട് ഇമോഷൻസിനെ ഡീൽ ചെയ്ത്, ഒരുപാട് ഇമോഷൻസിനെ മറികടന്ന് വേണം നിങ്ങൾ ഈ ഒരു കാര്യം നേടിയെടുക്കാൻ. നിങ്ങൾക്ക് എന്നും ഈ ഒരു ഓപ്ഷൻസോ ഓപ്പർച്യൂണിറ്റീസോ ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആക്ഷൻ എടുക്കുകയും വേണം. ഇപ്പോൾ അത് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ സക്സസ്. ഈ സൂപ്പർ മൂൺ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ക്വീൻ ഓഫ് ഇമോഷൻസ്. അപ്പം ഇങ്ങനെ ബേസ്റ്റിംഗ് ഓഫ് ഇമോഷൻസ് ആയിരിക്കും. അപ്പം അതിനെ ഡീൽ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ച് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എന്തും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഏത് ഇമോഷൻസും ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫിൽ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു തുടക്കം, അല്ലെങ്കിൽ ഒരു സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റിംഗ് ഇസ് കമ്മിങ് അപ്പ് വിത്ത് ദ പേഴ്സൺ യു ലവ്. ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങൾക്കൊരു കെയർ കൊടുക്കേണ്ട ഒരു സമയം, ഒരു സെൽഫ് ലവ് കൊടുക്കേണ്ട ഒരു സമയം, നർച്ചർ യുവർ സെൽഫ് മോർ. ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ നിങ്ങളെ പുറകിലേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്യേണ്ട ഒരു സമയം. അതായത് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് നിങ്ങളെ പുതിയ പുതിയ കാര്യങ്ങളിൽ നിന്ന് തടയുന്നുണ്ടെങ്കിൽ ആ ഇൻസെക്യൂരിറ്റീസിൽ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. ഈ ചാലഞ്ചസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവാം നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചും ഒക്കെ. പക്ഷെ അവിടെ ഒരു ഫെയ്ത്ത് വെക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിലും അതവിടെ ഷേപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് വെക്കേണ്ട ചുവട് എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്യുക. അത് നിങ്ങൾ ഫോക്കസ് കൊടുത്ത് ചെയ്യുക. ഇത് ഒരു അവസാനമല്ല. എവറിത്തിങ് വിൽ ബി ഓക്കെ അറ്റ് ദ എൻഡ്. ഒരു അവസാനത്തിലെല്ലാം ഓക്കെ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഓക്കെ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു അവസാനവുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സമയം. ഇനി കൂടുതലായിട്ട് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ കൊടുക്കേണ്ട മേഖലകൾ ഏതാണ് എന്ന് നോക്കാം. 5 of Pentacles and 4 of Pentacles ആണ്. യെസ്, ഹോൾഡിംഗ് ബാക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ അജണ്ട അല്ല. ഈ ഒരു സമയത്ത് വിട്ട് കൊടുക്കുക, ലെറ്റ് ഗോ ചെയ്യുക. ഒരുപാട് ബാഗേജസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഇമോഷൻസ് വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു ഫിനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ലോസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അവിടെ നിന്നൊക്കെ ഉള്ള ഇമോഷൻസ് നിങ്ങളെ മുൻപോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സപ്പെടുത്തുന്നുണ്ട്. അതിൽ നിന്നൊരു ഹീലിംഗ് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമാണ്. അതുപോലെ പുതിയ ഒരു റിലേഷൻഷിപ്പ്, ഒരു പുതിയ കണക്ഷൻ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ ഈ ഒരു നഷ്ടം നിങ്ങളെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ അവിടെ നിന്നും നിങ്ങൾ ഒരു മോചനം നിങ്ങൾക്ക് തന്നെ കൊടുക്കേണ്ടതാണ്.
അതിന് വേണ്ടിയിട്ടുള്ള എന്ത് സ്റ്റെപ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളത് എടുക്കുക. നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യേണ്ട സമയമാണ്. സ്പെഷ്യലി ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആൻഡ് കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ളതാണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് സ്കോർപിയോ സോഡിയാക്, നിങ്ങളുടെ ലഗ്നം സ്കോർപിയോ വൃശ്ചിക ലഗ്നമാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട ആണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ സൺ സൈൻ സ്കോർപിയോ സോഡിയാക് ആണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ഈ ഒരു ജൂൺ 2024 ഫുൾ മൂൺ നിങ്ങളിലേക്ക് കൊണ്ടുതരുന്ന കാര്യങ്ങൾ എന്താണ്, എന്ത് മാറ്റമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു സമയം? Surrender to the divine, a new start is coming. New moon വന്നിട്ടുണ്ട്, പോസിറ്റീവ് എനർജി. Don't let your past hold you back. South node വന്നിട്ടുണ്ട്. ഫുൾ മൂൺ ആൻഡ് ന്യൂ മൂൺ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് ഫുൾ മൂൺ എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് സൈക്കിള് എൻഡ് ചെയ്തു. ന്യൂ മൂൺ എന്ന് പറയുമ്പോൾ ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഒരു സൈക്കിൾ എൻഡ് ചെയ്തിട്ട് അടുത്തൊരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സമയം. ഇത് കുറച്ച് കാർമിക് സിറ്റുവേഷൻസ് ആണ് നിങ്ങൾക്കിവിടെ ഉണ്ടായി വന്നിരിക്കുന്നത്. നിങ്ങളുടെ പാസ്റ്റ് മിസ്റ്റേക്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ നോക്കേണ്ടതായിട്ടുള്ള ഒരു സമയം. നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങളെ മുന്നോട്ട് പോകുന്നതിൽ നിന്നും പിടിച്ച് വെക്കാതെ നോക്കുക. അതായത് നമ്മൾ കാലത്തിനൊത്ത് സഞ്ചരിക്കുക, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, ഔട്ട്ലുക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പുറകിലേക്ക് പോകും, നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു സമയം. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള നെഗറ്റീവ് കർമാസ് നിങ്ങളെ ഹിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രേയേഴ്സ് ആൻഡ് അഫർമേഷൻസ് ഒക്കെ ഇപ്പോൾ ആവശ്യമാണ്. നിങ്ങൾ ഹോപ്പ്നോപ്നോ പ്രെയർ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫൊർഗീവ്നെസ് എപ്പോഴും ഉണ്ടായിരിക്കുക. അതായത് നിങ്ങൾ ചെയ്തിട്ടുള്ള, അത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സ്വയം ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫൊർഗീവ്നെസ് നിങ്ങൾക്ക് നിങ്ങളോട് മറ്റുള്ളവരോടും, അതായത് യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണോ ഉള്ളത്, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് വെക്കുന്നതും നിങ്ങൾക്ക് ഈ ഒരു സമയം നല്ലതായിരിക്കും. കുറച്ച് ചാലഞ്ചിങ് ആണ്. നിങ്ങൾ ഈ ഒരു ചാലഞ്ചിനെ എങ്ങനെ മറികടക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു ഫുൾ മൂൺ തരുന്ന ചില മെസ്സേജ്. അതായത് ദുരൂഹമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടി, കുറച്ച് ഡാർക്ക് ഫേസിൽ കൂടി, ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകും. അത് നിങ്ങളെ ഒന്ന് പുതിയ ഒരു വ്യക്തിത്വമാക്കി മാറ്റാൻ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. കൂടുതലായിട്ട് നോക്കാം. 3 of Pentacles and Page of Wands. യെസ്, പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് നിങ്ങളെ എത്തിക്കുന്നുണ്ട്. ടീം ആക്ടിവിറ്റീസ്, ഗ്രൂപ്പ് വർക്ക്സ്, ഫിനാൻസിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന സമയം. അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊന്നും വലിയൊരു റിവാർഡ് ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടുന്നില്ലായിരിക്കാം. പക്ഷെ അത് പതിയെ ഉണ്ടായി വരും എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ മറികടക്കാൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് വേണ്ടാത്തതായിട്ടുള്ള ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി അത് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടതിലേക്ക് പോകുന്ന ഒരു സമയം കൂടെയാണ്. ഇവിടെ നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. യോഗ, മെഡിറ്റേഷൻ, വർക്ക്ഔട്ട്സ് ഒക്കെ ആണെങ്കിൽ തന്നെ, അത് സ്പോർട്സിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ഈ ഒരു സമയം സഹായിക്കും. അടുത്തതായിട്ട് സജിറ്റേറിയസ് ആണ്. നിങ്ങൾ സജിറ്റേറിയസ് ലഗ്നമാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം മൂലം, പൂരാടം, ഉത്രാടം ആദ്യ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സൺ സൈൻ സാജിറ്റേറിയസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണാവുന്നതാണ്. ഈ ഒരു ജൂൺ 2024 ഫുൾ മൂൺ, സ്ട്രോബെറി മൂൺ നിങ്ങളിലേക്ക് കൊണ്ടുതരുന്ന മാറ്റങ്ങൾ എന്താണ്? ഈ ഒരു ജീവിതത്തിൻ്റെ ഈ ഒരു വർഷത്തിൻ്റെ നെക്സ്റ്റ് ഹാഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം? വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്, യു ആൻഡ് യുവർ ലവ്ഡ് വൺസ് ആർ സേഫ്.
ലുക്ക് അറ്റ് ദ ബിഗർ പിക്ചർ. ഫുൾ മൂൺ ഇൻ സജിറ്റേറിയസ്. ഓക്കെ, സജിറ്റേറിയസ് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഒരു വിസ്ഡം ഗെയിൻ ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്കൊരു തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ നടത്തേണ്ട സമയം, അതായത് തിരിച്ചറിവുകൾ ഉണ്ടാകേണ്ട സമയം. എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവിടെ അതിനെക്കുറിച്ച് കൂടുതൽ ഡെപ്തിൽ പഠിക്കേണ്ട സമയം. നിങ്ങൾക്ക് അങ്ങനെ ഒരു അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും തഴയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് വിജയിച്ച് തിരിച്ച് ഒരു കംബാക്ക് നടത്തേണ്ട ഒരു സമയം. നിങ്ങളുടെ പേടികൾ, ഭയം, ട്രോമ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടെത്തി ഹീൽ ചെയ്യേണ്ട ഒരു സമയം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാൾ നിങ്ങൾ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ഓരോ സാഹചര്യത്തിലും നിങ്ങൾക്ക് പുതിയതായിട്ട് വരുമ്പോൾ കാലെടുത്ത് വെക്കാൻ ഭയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗ്രോത്തിനെ സാരമായി ബാധിക്കുന്നുണ്ട്, തടയുന്നുണ്ട്. അപ്പം ആ ഒരു ഫിയർ, പേടികൾ നിങ്ങൾ മാറ്റേണ്ട ഒരു സമയം. അതായത് ഇരുട്ടിനെ ഇല്ലാതാക്കുക. ഇരുട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്താണ് അവിടെ ഉള്ളതെന്ന്. അവിടെയാണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. എന്നാൽ വെളിച്ചം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും എന്താണ്, ക്ലാരിറ്റി ഉണ്ട്. അപ്പം ഈ ഇരുട്ടിനെ നീക്കി ഈ വെളിച്ചത്തിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്നത് നല്ലതാണ്. ചാരിറ്റി ചെയ്യുന്നത് ഈ ഒരു സമയം നല്ലതാണ്. ഒരു ന്യൂമോൺ ഇൻ ക്യാൻസറും പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ സേഫ് ആണെന്ന് നിങ്ങൾ സ്വയം ഫീൽ ചെയ്യുക. നിങ്ങളുടെ റൂട്ട് ചക്ര സ്ട്രോങ് ആക്കുക. അത് വളരെ അത്യാവശ്യമാണ് ഈ ഒരു സമയം. ആൻഡ് നിങ്ങൾ കൂടുതലായിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്താണ് ഈ ഒരു സമയമുള്ളത്? നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ കൂടുതലായിട്ട് കേന്ദ്രീകരിക്കേണ്ടത് എവിടെയാണ് എന്ന് നമുക്ക് നോക്കാം. ജഡ്ജ്മെന്റ് ആൻഡ് 2 ഓഫ് വാൻഡ്സ്. യെസ്, ഒരു ആത്മപരിശോധനയാണ് ഡെഫിനറ്റ്ലി ഇവിടെ നിങ്ങൾക്ക് ആവശ്യം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ, കുട്ടികളും പാർട്ട്ണറുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്കൊന്ന് ക്ലിയർ ചെയ്യേണ്ട ഒരു സമയമാണ്. ജഡ്ജ്മെന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ആത്മപരിശോധന വളരെ ആവശ്യമാണ്. എന്നിട്ട് വേണ്ട തിരുത്തലുകൾ നടത്തുക. ഇത് നിങ്ങൾക്കൊരു കൺഫ്യൂസിങ് സ്റ്റേറ്റിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി നേടിത്തരും. കാപ്രിക്കോൺ സോഡിയാക്, നിങ്ങളുടെ സൺ സൈൻ കാപ്രിക്കോൺ ആണ് എങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ലഗ്നം മകരലഗ്നമാണ് എങ്കിൽ, അല്ലെങ്കിൽ ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം നക്ഷത്രമാണ് എങ്കിൽ, ഈ ഒരു ഫുൾ മൂൺ ഇൻ ജൂൺ 2024, ദ സ്ട്രോബെറി മൂൺ നിങ്ങളിലേക്ക് കൊണ്ടു തന്നിരിക്കുന്ന എനർജി എന്താണ്? ഈ ഒരു വർഷത്തിന്റെ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. സറണ്ടർ ടു ദ ഡിവൈൻ, എ ടൈം ഫോർ ഹീലിംഗ്. ഓക്കെ, ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ് എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ഹീലിംഗ് ആവശ്യമാണ്. അത് ഓൾറെഡി കാർഡ് തന്നെ പറയുന്നുണ്ട്. ഒരു ഫെയ്ത്ത് ആണ് നിങ്ങൾക്കിപ്പോൾ വേണ്ടത്, ഒരു ഹോപ്പാണ് നിങ്ങൾക്കിപ്പോൾ വേണ്ടത്. നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. ഈ നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്കൊരു നഷ്ടമായിരുന്നില്ല, ഒരു ലെസൺ ആയിരുന്നു. മുന്നോട്ടേക്ക് നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാനുള്ള, അതായത് ജീവിതത്തിന്റെ അടിത്തറ സ്ട്രോങ് ആക്കാനുള്ള ലെസൺസ് ആയിരുന്നു. മാനസികമായി നിങ്ങളത് സ്ട്രോങ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് ഹീൽ ചെയ്യാനുള്ളതെല്ലാം നിങ്ങളിപ്പോൾ ഹീൽ ചെയ്യുക. സ്പിരിച്വലി നിങ്ങൾ യാത്ര ചെയ്യുന്നത് ഇപ്പോൾ നല്ലതായിരിക്കും. നിങ്ങളുടെ സോളിനെ അറിയുക, നിങ്ങളുടെ സ്വപ്നങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളെ മനസ്സിലാക്കുക. ആൻഡ് സറണ്ടർ യുവർ മൈൻഡ്, ബോഡി ആൻഡ് സോൾ ടു ദി ഡിവൈൻ. റെസിസ്റ്റൻസ് കുറയ്ക്കുക. വരുന്ന സാഹചര്യത്തിനെ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. കാരണം അതിൽ വിശ്വാസമാണ് അത്യാവശ്യം. നിങ്ങളുടെ സ്വപ്നം എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കാം എത്തിപ്പിടിക്കാൻ സാധിക്കില്ല, ഇനി അത് ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ നടക്കില്ല, ഇതൊന്നും പറ്റില്ല. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു തന്നിരിക്കുന്ന ആഗ്രഹമാണ്, നിങ്ങളുടെ സോൾ പർപ്പസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നടക്കും. ബി ബോൾഡ് ആൻഡ് ബി മെച്യൂർ ഇനഫ് ടു മേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾക്ക് അതിന് വേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെക്കാനുള്ള നടപടികൾ നിങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്.
കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന എനർജി എന്താണ്, നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കേണ്ടത് എവിടെയാണ് എന്ന് നമുക്ക് നോക്കാം. 3 of Pentacles and 2 of Wands. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് 3 of Pentacles എനർജി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫിനാൻസ് എന്ന് പറയുന്നതിൽ വർക്ക് ചെയ്യണം. അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുമെന്ന് വിചാരിച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങളൊരു ഹെൽപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് എടുക്കുക. അതായത് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും നിങ്ങൾ സഹായം മറ്റുള്ളവരിൽ നിന്ന് കറക്റ്റായിട്ട് കിട്ടുന്ന സോഴ്സ് എന്നാണെങ്കിൽ അത് എടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. ആൻഡ് 2 of Wands എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യേണ്ട സമയമാണ്. അതായത് മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാകുന്നുണ്ട്. അയ്യോ അത് വേണോ, ഇത് വേണ്ട, ഇത് തെറ്റാണോ, ഇത് ശരിയാണോ. അതിന് നിങ്ങൾക്ക് ആ ഫെയ്ത്ത് ആണ്, ആ കോൺഫിഡൻസ് ആണ്, വിശ്വാസമാണ് വേണ്ടത്. അവിടെ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അക്വേറിയസ് സോഡിയാക് നിങ്ങളുടെ സൺ സൈൻ അക്വേറിയസ് ആണെങ്കിൽ, നിങ്ങൾ കുംഭലഗ്നമാണെങ്കിൽ, അക്വേറിയസ് ലഗ്നമാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം അവിട്ടം അവസാന പാദം, ചതയം പൂരുരുട്ടാതി ആദ്യ പാദം ഇതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ്. ഈ ഒരു ജൂൺ 2024 ഫുൾ മൂൺ നിങ്ങൾക്ക് കൊണ്ടു തന്നിരിക്കുന്ന എനർജി എന്താണ്, ഈ ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഇയറിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ ആൻഡ് എക്സ്പെക്ട് പവർഫുൾ ചേഞ്ചസ്, ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ്. നിങ്ങൾക്ക് സാറ്റേൺ നിങ്ങളുടെ ലഗ്നാധിപൻ കുംഭത്തിൽ തന്നെ ശക്തനായിട്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം കാർമിക് പോയിന്റ്സ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് ഒരു ഹീലിംഗ് ആണ്, അവിടുന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണ് വേണ്ടത്. പവർഫുൾ ആയിട്ട് നിങ്ങൾ എഴുന്നേൽക്കുക. കാരണം പവർഫുൾ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്. ശനി നിങ്ങളെ ബ്ലസ് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു നെക്സ്റ്റ് ലെവൽ പേഴ്സൺ ആകാൻ പോവാണ്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു നിങ്ങളുണ്ട്, ആ വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പോവാണ്. ഇവിടെ മാരേജ് നോക്കുന്ന വ്യക്തികൾക്കൊരു മാരേജ്, അതല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ ചില തിരുത്തലുകൾ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള സമയമാണ്. അതിന് സ്വയം മനസ്സിലാക്കി തിരുത്താനുണ്ടെങ്കിൽ അത് തിരുത്തുക. ആ തിരുത്തുന്നതിനോടൊപ്പം നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങൾ ഊട്ടി ഓർപ്പിക്കുക. മനസ്സിൽ കാര്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക, അത് പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റൻഷൻ വളരെ നല്ലതാണ് എങ്കിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പലരും തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ളത് ആശയവിനിമയം നടത്തേണ്ടത് ഈ ഒരു സമയം അനിവാര്യമാണ്. അതല്ലാത്ത പക്ഷം കലഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. യെസ്, നിങ്ങൾ ഈ ഒരു സമയം ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്, ഡെത്ത് ആൻഡ് റീബർത്ത് ആൻഡ് നൈറ്റ് ഓഫ് സ്വോർഡ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു അടിത്തറ ഇളകുന്ന രീതിയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ആ അടിത്തറയ്ക്ക് ബലമില്ലാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത് പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് നിങ്ങൾ റീബിൽഡ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങളെ മാറ്റിമറിക്കുന്നുണ്ട്, പക്ഷെ ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങളിലേക്ക് ഡെഫിനറ്റ്ലി വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുക. ആ ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ ശ്രമിക്കേണ്ടത്. ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പുറകെ ഓടുന്ന സമയത്ത് നിങ്ങൾ സ്വയം മറന്നു പോകാതിരിക്കുക. ആൻഡ് പൈസസ്, നിങ്ങൾ പൈസസ് ലഗ്നമാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ സോഡിയാക്, നിങ്ങളുടെ സൺ സൈൻ പൈസസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പൂരുരുട്ടാതി അവസാന ഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിലാണെങ്കിൽ നിങ്ങളിലേക്ക് ഈ ഒരു ജൂൺ 2024 ഫുൾ മൂൺ, ദി സ്ട്രോബെറി മൂൺ കൊണ്ടുതരുന്ന മാറ്റം എന്താണ്, സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഇയറിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്. A time for healing, new start is coming and have faith in your dreams. നമുക്ക് അടുപ്പിച്ച് ഈ ഒരു കാർഡ് ഒരുപാട് സോഡിയാക്സിന് വന്നിട്ടുണ്ട്. അതായത് പലർക്കും വിശ്വാസം എന്നുള്ളതാണ് നഷ്ടപ്പെടുന്നത്. അത് നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ്, നിങ്ങളുടെ സോളുമായിട്ട് നിങ്ങളൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാത്തത് കൊണ്ടാണ്. എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസ് നിങ്ങളെ ഓവർ പവർ ചെയ്യുന്നത് കൊണ്ടാണ്.
നിങ്ങൾ മറ്റുള്ള വ്യക്തികളുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കുക. ഓരോരുത്തരുടെ ടൈം ലൈൻ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ഒരു സമയത്ത്, അതായത് ആ ആഗ്രഹം നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ പ്രിപ്പയർഡ് ആണ് എന്ന് യൂണിവേഴ്സിന് ഫീൽ ചെയ്യുന്ന ഒരു സമയത്ത് അത് തരും. അത് ഓരോ വ്യക്തികളുടെ ജീവിത സാഹചര്യവും വ്യത്യസ്തമായതുകൊണ്ട് ഓരോരുത്തരുടെ ഇമോഷണൽ മെച്യൂരിറ്റിയും പല സമയത്തായിരിക്കും ഉണ്ടാവുക. അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും അവർക്ക് ഉണ്ടാകുന്നത് പല ഏജിലായിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നിങ്ങളുടെ ഡ്രീംസ് നടക്കുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുക. ഇവിടെ ന്യൂ സ്റ്റാർട്ട് തന്നെയാണ് വരുന്നത്. ആൻഡ് ഇറ്റ്സ് എ ടൈം ഫോർ ഹീലിംഗ്. നിങ്ങൾക്ക് നഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം ഇപ്പോൾ നിങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊന്നൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ജീവിതം വീണ്ടും സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങാനുള്ള, ഒന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം തന്നിട്ടുണ്ട്. അത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു സമയമാണ്. ന്യൂ മൂൺ എന്ന് പറയുമ്പോൾ എപ്പോഴും പുതിയ തുടക്കങ്ങളാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഫിനാൻസിലാണെങ്കിലും ഡ്രീംസിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നതാണ്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നിങ്ങളൊന്ന് ഹീൽ ചെയ്ത് നേട്ടങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത്, ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റഡ് ആയി വരുന്ന സമയത്ത് ഒരു പ്രൈഡ് എന്ന് പറയുന്നത് ഉണ്ടാവാതിരിക്കുക. എന്ന് പറഞ്ഞാൽ ആ ഒരു അഹംഭാവമോ ഞാൻ എന്നൊരു ഭാവമോ നിങ്ങളെ ഓവർ പവർ ചെയ്യാതിരിക്കുക. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. സൺ സക്സസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നതാണ്. അതിന് നിങ്ങൾക്ക് സ്പിരിച്വൽ പാത്ത് നിങ്ങളെ സഹായിക്കും. ആൻഡ് നിങ്ങൾക്ക് മുൻപോട്ടേക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ട്. അബ്രോഡ് ട്രാവൽ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അബ്രോഡ് കരിയർ നോക്കുന്നവർക്കാണെങ്കിൽ ആ കരിയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഓക്കെ ആവുന്നുണ്ട്. പഠനങ്ങൾക്കാണെങ്കിലും അതുപോലെ മാരേജ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കടൽ കടന്നിട്ടുള്ള ഒരു പ്രപ്പോസലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചൈൽഡ് ബർത്ത് നോക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അത് പോസിബിൾ ആകുന്ന ഒരു സമയം. നിങ്ങളുടെ തന്നെ ഉള്ളിലെ ഒരു ഇന്നർ ചൈൽഡിനെ നിങ്ങൾ ഹീൽ ചെയ്യുന്ന സമയം, നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നിങ്ങൾ ചെയ്യേണ്ട സമയം, അത് ചെയ്താൽ എഫക്റ്റീവ് ആകുന്ന സമയം, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കാലമായിട്ടുണ്ടായിരുന്ന ട്രോമാസിൽ നിന്നൊക്കെ പുറത്ത് കടന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിങ്ങളായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സമയം. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് ഒക്കെ ആവശ്യമാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഡിസ്കൗണ്ട്സ് എല്ലാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മന്ത് എൻഡ് ഓഫേഴ്സ് ആണ്. അതുപോലെ സൈക്കോളജിക്കൽ സെഷൻസ്, കൗൺസിലിംഗ് സെഷൻസ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ്, സ്പിരിച്വൽ ഹീലിംഗ് സെഷൻസ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു സമയം ആവശ്യമാണെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ആൾ ടേക്ക് കെയർ. ബൈ.